ടോർഷൻ ബാലൻസ് മെത്തേഡ് ഉണ്ട്, ആൽക്കഹോൾ മെത്തേഡ് ഉണ്ട്, കാൽഷ്യം കാർബൈഡ് ഉണ്ട്, റേഡിയേഷൻ മെത്തേഡ് ഉണ്ട്. നമുക്ക് യൂഷ്വലി പഠിക്കാനുള്ളത് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഓവൻ ഡ്രൈയിങ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോയിൽ സാമ്പിൾ എടുക്കും. ആദ്യം നമ്മൾ ഒരു കണ്ടെയ്നർ, ചെറിയൊരു കണ്ടെയ്നർ ഉണ്ടാവും നമ്മുടെ ലാബിൽ. അപ്പോൾ ആ കണ്ടെയ്നർ നമ്മൾ ആദ്യം എടുക്കും. എന്നിട്ട് അതിൻ്റെ എംറ്റി വെയിറ്റ് നമ്മൾ ആദ്യം ബാലൻസിൽ നോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ കുറച്ച് സോയിൽ സാമ്പിൾ എടുക്കും. ഏത് സോയിലിൻ്റെ ആണോ വാട്ടർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യേണ്ട ആ സോയിൽ സാമ്പിൾ എടുക്കും. ആ സോയിൽ സാമ്പിൾ ആ കണ്ടെയ്നറിൽ വെച്ചിട്ട് വീണ്ടും നമ്മളത് വെയ് ചെയ്യും. അതിനുശേഷം ഓവനിൽ കൊണ്ടുപോയി 24 hours നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യാൻ വയ്ക്കും. ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം 24 hours കഴിയുമ്പോൾ നമ്മളത് പുറത്തെടുക്കും. വീണ്ടും ആ കണ്ടെയ്നറും സോയിലും കൂടെ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. കണ്ടെയ്നറും സോയിലും കൂടെ നമ്മൾ വീണ്ടും വെയിറ്റ് നോക്കും. അതിനുശേഷം ഓവൻ ഡ്രൈ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് ആണ്. മാസ് ഓഫ് വാട്ടർ നമുക്ക് എങ്ങനെ കിട്ടും? ആദ്യം നമ്മൾ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടാമത് എന്താണ്, കണ്ടെയ്നറും വെറ്റ് സോയിലും കൂടെ ഉള്ള വെയിറ്റ് ഉണ്ട്. അപ്പം മൂന്നാമത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെയ്നറും ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം ആ സോയിലും കൂടെ ഉള്ള വെയിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം മാസ് ഓഫ് വാട്ടർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈ സാമ്പിൾ, അതായത് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ മൈനസ് കണ്ടെയ്നർ പ്ലസ് വെറ്റ് സാമ്പിൾ മൈനസ് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സാമ്പിളിൻ്റെ വെയിറ്റ് നമ്മൾ കുറച്ച് കളയുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, മാസ് ഓഫ് വാട്ടർ കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, മാസ് ഓഫ് സോളിഡ്സ് വേണം. മാസ് ഓഫ് സോളിഡ്സ് എവിടെ നിന്ന് കിട്ടും? കണ്ടെയ്നറും ഡ്രൈ സോയിലിൻ്റെ വെയിറ്റിൽ നിന്ന് എന്ത് കുറച്ച് കളയുക, കണ്ടെയ്നറിൻ്റെ വെയിറ്റ് കുറച്ച് കളയുക. ഇൻറ്റു 100% ആണ് എന്ത്, വാട്ടർ കണ്ടൻറ്റ്. ക്ലിയർ ആയോ? ആദ്യം നമ്മളൊരു കണ്ടെയ്നർ എടുക്കും, അതിൻ്റെ മാസ് നമ്മൾ നോട്ട് ചെയ്യും M1. ദെൻ കണ്ടെയ്നറും ഏത് സോയിൽ, വെറ്റ് സോയിൽ, നമ്മൾ ഏത് സോയിലാണോ സാമ്പിൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സാമ്പിളും കൂടെ ആ കണ്ടെയ്നറിൽ ഇട്ടിട്ട് മാസ് നമ്മൾ നോട്ട് ചെയ്യും, അത് M2. അതിനുശേഷം 24 hours 110 degree Celsius ഓവൻ ഡ്രൈ ചെയ്യും. ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം വെളിയിലെടുക്കും. 24 hours കഴിഞ്ഞ് വെളിയിലെടുക്കും. എന്നിട്ട് കണ്ടെയ്നറും ഡ്രൈ സോയിലും കൂടെ ഉള്ള വെയിറ്റ് നമ്മൾ നോക്കും. 3 വെയിറ്റ് കിട്ടും. വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് ആണ്. മാസ് ഓഫ് വാട്ടർ എങ്ങനെ കിട്ടും? വെറ്റ് സോയിലും കണ്ടെയ്നറിനുള്ള വെയിറ്റിൽ നിന്ന് എന്ത് കുറച്ച് കളയണം, കണ്ടെയ്നറും ഡ്രൈ സോയിലിൽ നിന്നുള്ള വെയിറ്റ് കുറച്ച് കളയാം. ദെൻ മാസ് ഓഫ് സോളിഡ് എങ്ങനെ കിട്ടും? മൂന്നാമത്തെ ഡ്രൈ സോയിലും കണ്ടെയ്നറുകളുള്ള വെയിറ്റിൽ നിന്ന് കണ്ടെയ്നറിൻ്റെ വെയിറ്റ് നമ്മൾ കുറച്ച് കളയാം. ഇൻറ്റു 100 ചെയ്താൽ വാട്ടർ കണ്ടന്റ് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇതെല്ലാം അടുത്ത സെമസ്റ്ററിൽ ലാബിൽ ചെയ്യാനുള്ളതാണ്. അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഞാൻ നോട്ട് ഇടാം കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ? ഹലോ, കേൾക്കണല്ലേ? എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? എന്താണ്? Ratio of mass of a given volume of solid to mass of equal volume of water. ഏതൊരു ഇതാണെങ്കിലും വാട്ടറിന് തത്തുല്യമായ വെയിറ്റ്, അതാണ് നമ്മൾ എന്ത്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം. ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനും നമുക്ക് 5 മെത്തേഡ് ഉണ്ട്. ആദ്യത്തെയാണ് പൈക്കണോമീറ്റർ മെത്തേഡ്. സെക്കൻഡ് വൺ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്. ദെൻ അടുത്തത് മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ്. ദെൻ ഗ്യാസ് ജാർ മെത്തേഡ്. അടുത്തത് ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്. ഇത്രയും മെത്തേഡിലൂടെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ആകെ പൈക്കണോമീറ്ററും ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡും മാത്രമേ ഉള്ളൂ. ഓക്കെ, പൈക്കണോമീറ്റർ കാണിച്ചു തരാം. ഇതിനകത്തൊരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഇതാണ് പൈക്കണോമീറ്റർ. എല്ലാവരും കുറച്ച് കണ്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ എപ്പോഴേലും കണ്ടിട്ടുണ്ടാവും. പൈക്കണോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറാണ്. അതിൻ്റെ മുകളിൽ ഒരു ബ്രാസ് ടോപ്പാണ്, അതിൻ്റെ അടപ്പൊരു ബ്രാസ് ടോപ്പാണ്. ആ ബ്രാസ് ടോപ്പിൻ്റെ മുകളിൽ ഒരു എന്താണ്, ഹോളുണ്ട്, ചെറിയൊരു ഹോളുണ്ട്. അതുപോലെ തന്നെ അതിനൊരു
സ്ക്രൂ ടൈപ്പ് കവർ, സ്ക്രൂ ആണ് നമ്മൾ സ്ക്രൂ ചെയ്ത്, അതായത് ഇങ്ങനെ പിരിച്ചാണ് നമ്മൾ അടയ്ക്കണത്. ദെൻ അതുപോലെ തന്നെ അതിനകത്തൊരു വാഷറും ഉണ്ട്, വാട്ടർ ലീക്ക് ചെയ്യാതിരിക്കാൻ. യൂഷ്വലി പൈക്കണോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ 1 ലിറ്റർ കപ്പാസിറ്റിയിലൊക്കെയാണ് യൂഷ്വലി കാണാറുള്ളത്. നമ്മൾ ലാബിൽ യൂസ് ചെയ്യണത് 1 ലിറ്റർ അല്ലെങ്കിൽ 500 ലിറ്റേഴ്സ് ഈ രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഇനി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ പൈക്കണോമീറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്യും, അതിനകത്ത് വേറെ പൊടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തും. അതിനുശേഷം ഈ പൈക്കണോമീറ്റർ കൊണ്ടുപോയി നമ്മൾ വെയ് ചെയ്യും. അതിൻ്റെ മുകളിലൊരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു, ആ ഹോളിൻ്റെ ഡയമീറ്റർ 6 mm ആണ്. ആ ഹോള് നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും എയർ ഇതുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹോള് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ ആദ്യം നമ്മൾ പൈക്കണോമീറ്റർ എടുക്കും, അത് ക്ലീൻ ചെയ്ത് നല്ല ഡ്രൈ ആയിരിക്കണം, വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം അതിനെ കൊണ്ടുപോയി എംപ്റ്റി നമ്മൾ വെയിറ്റ് എടുക്കും. ഒന്നും ഒഴിക്കാതെ ഒരു സാധനം ഇടാതെ ഡ്രൈ ആയിട്ട് ആ ജാറിൻ്റെ വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്യും, അതാണ് M1 വെയിറ്റ് അല്ലെങ്കിൽ മാസ് നമ്മൾ നോട്ട് ചെയ്യും M1. അതിനുശേഷം വെറ്റ് സോയിൽ 200 to 400 ഗ്രാം വെറ്റ് സോയിൽ, 200 അല്ലെങ്കിൽ 400 ഗ്രാം, 200-നും 300-നും ഇടയ്ക്കുള്ള വെറ്റ് സോയിൽ നമ്മളെടുക്കും. എന്നിട്ട് ഈ പൈക്കണോമീറ്ററിലേക്ക് നമ്മളിടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്യും. പൈക്കണോമീറ്ററും വെറ്റ് സോയിലും കൂടെ ഉള്ള വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്യും, അത് M2. അതിനുശേഷം ഈ പൈക്കണോമീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വാട്ടർ ആഡ് ചെയ്യും. അതായത് ആ ഗ്ലാസ് ജാറിൻ്റെ ഒരു ഹാഫ് പോർഷൻ വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് റോഡ് വെച്ച് പതുക്കെ നമ്മളതിനെ ഇളക്കി കൊടുക്കും. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അതിനുശേഷം എയർ ബബിൾസ് ഒന്നും വരാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യും, വീണ്ടും കുറച്ചുകൂടെ വാട്ടർ ആഡ് ചെയ്യും. ആ ഗ്ലാസ് ജാർ കംപ്ലീറ്റ്ലി നിറയ്ക്കും. നിറച്ചതിന് ശേഷം ഈ പൈക്കണോമീറ്ററും ആ സോയിലും ഗ്ലാസ് ജാറ് ഫുൾ വാട്ടർ ആയല്ലോ, അതും കൂടെ കൂടി വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്യും M3. അതിനുശേഷം ഇതെല്ലാം പുറത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പൈക്കണോമീറ്ററിൽ വാട്ടർ മാത്രം നിറച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് നോക്കും, അതാണ് M4. ക്ലിയർ ആയോ? പൈക്കണോമീറ്റർ എടുക്കും, ആദ്യം അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്യും M1. ദെൻ പൈക്കണോമീറ്ററിൽ 200 to 400 ഗ്രാം നമ്മൾ സോയിൽ ആഡ് ചെയ്യും, വെറ്റ് സോയിൽ. എന്നിട്ട് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യും M2. അതിനുശേഷം ഹാഫ് പോർഷനിൽ വെള്ളം ഒഴിക്കും. എന്നിട്ടൊരു ഗ്ലാസ് റോഡ് വെച്ച് നന്നായിട്ട് സ്റ്റിർ ചെയ്യും. ആ സ്റ്റിർ ചെയ്ത് കഴിയുമ്പോൾ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനകത്തേക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി വാട്ടർ വെച്ച് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ടുപോയി വെയ് ചെയ്യും, അത് M3. അതിനുശേഷം ഈ ജാറ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനകത്ത് വാട്ടർ മാത്രം, സാധാരണ വാട്ടർ മാത്രം ഫില്ല് ചെയ്ത് പൈക്കണോമീറ്ററും വാട്ടറും കൂടെ ഉള്ള വെയിറ്റ് നോട്ട് ചെയ്യും, അത് M4. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം? ഡെൻസിറ്റി പോയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ വോളിയം ഈക്വൽ ടു ദാറ്റ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പം മാസ് ഓഫ് സോളിഡ് നമുക്ക് എങ്ങനെ കിട്ടും? മാസ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറും സോയിലും M2 - M1 അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? വെള്ളത്തിൽ കിടക്കണ സോയിൽ സോളിഡ്സിൻ്റെ മാസ് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? അതിനുശേഷം നമുക്ക് അടിയിൽ എന്താണ്? മാസ് ഓഫ് വാട്ടർ ഓഫ് വോളിയം ഈക്വൽ ടു ദാറ്റ് ഓഫ് സോയിൽ സോളിഡ്സ്. ആ എമൗണ്ട് ഓഫ് സോയിൽ സോളിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ മാസ് വേണം. അതെങ്ങനെ കണ്ടുപിടിക്കും? M4 - M1. M4 - M1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാട്ടറിൻ്റെ മാത്രം മാസ് കിട്ടും. ദെൻ M3 - M2 എന്താണ്? M3 - M2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മാസ് ഓഫ് വെറ്റ് സോയിലും വാട്ടറും കൂടി ഉള്ള വെയിറ്റ് കിട്ടും. ഇത് രണ്ടിൽ നിന്നും അപ്പം ഒരു സൈഡിൽ സോയിലും വാട്ടറും കൂടെ ഉള്ളത്, മറ്റേ സൈഡിൽ എന്താണ്? വാട്ടർ മാത്രമുള്ള. അപ്പം വാട്ടറിൻ്റെ വെയിറ്റ് എത്രയാണ്, അതിൽ നിന്ന് ആ സോയിലും വാട്ടറും ഉള്ള വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? സോളിഡ്സ് ആ വാട്ടറിൽ എത്ര മാസ് ഉണ്ടായിരുന്നു എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ M2 - M1 ചെയ്യുമ്പോൾ എന്താണ്? വെറ്റ് സോയിലിൻ്റെ എമൗണ്ട് കിട്ടും. M3 - M4 എന്താണ്? M3 - M4 എന്താണ്? വാട്ടറും സോളിഡും കൂടെ ഉള്ള വെയിറ്റ് കിട്ടും.
അപ്പോൾ അത് രണ്ടും കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? എത്ര എമൗണ്ട് ഓഫ് വാട്ടറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സോയിൽ സോളിഡ്സിൻ്റെ മാസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യണേ. ലാബിൽ ചെയ്യാനുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണേ. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ? ജോബി, പ്ലസി, ജിജോ? ഇനി നമ്മൾ പൈക്കണോമീറ്ററിൽ ചെയ്യുമ്പം മീഡിയം ഗ്രെയിൻഡ് സോയിലിനാണ് യൂഷ്വലി നമ്മൾ പൈക്കണോമീറ്ററിൽ വെച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കാണാം. അതായത് 20 mm സീവിലൂടെ 90% പാസ് ചെയ്ത് വരുന്ന സോയിലിനാണ് നമ്മൾ യൂഷ്വലി പൈക്കണോമീറ്ററിൽ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണെങ്കിൽ 40 mm സീവിലൂടെ വരുന്ന 90% സീവ് ചെയ്ത് വരുന്ന സോയിലിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പൈക്കണോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അടുത്തത് ഇതാണ് പൈക്കണോമീറ്റർ. അടുത്ത മെത്തേഡ് ഡെൻസിറ്റി ബോട്ടിലാണ്. ഇത് നമ്മൾ ലാബിൽ യൂഷ്വലി ചെയ്യാറില്ല, സിലബസിൽ കാണാറില്ല, നമ്മൾ തിയറി ആയിട്ട് പഠിക്കാറുള്ളൂ. സെയിം പ്രൊസീജിയറാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽ ഇതുപോലെ ഡെൻസിറ്റി ബോട്ടിലാണെന്നേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിൽ വരുന്ന ബോട്ടിലാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യണത് 50 ml കപ്പാസിറ്റി വരുന്ന ഡെൻസിറ്റി ബോട്ടിലാണ്. അതായത് 50 ml IS 2720 പ്രകാരം 50 ml കപ്പാസിറ്റി വരുന്ന ഡെൻസിറ്റി ബോട്ടിലാണ് യൂഷ്വലി സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെൻസിറ്റി ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്യും. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഡെൻസിറ്റി ബോട്ടിൽ വെയ് ചെയ്യും. ആ മാസ് M1. രണ്ടാമത് എന്ത് ചെയ്യും? 5 to 10 gram ഡ്രൈ സാമ്പിളാണ്. ഡ്രൈ ആയിട്ടുള്ള 5 to 10 ml 10 gram 5 to 10 gram ഓവൻ ഡ്രൈ ചെയ്ത സാമ്പിളാണ് നമ്മൾ ആ ബോട്ടിൽ ഇടുക. എന്നിട്ട് ഈ ബോട്ടിലും സോയിലും കൂടെ നമ്മൾ വെയ് ചെയ്യും. അത് M2. മൂന്നാമത് കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യും. എവിടെ വരെയെന്ന് വെച്ചാൽ ഈ സോയിലിൽ ജസ്റ്റ് കവർ ചെയ്ത് നിൽക്കുന്ന വരെ നമ്മൾ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യും. ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ അതിനകത്ത് സോക്ക് ചെയ്ത് കിടക്കാൻ അനുവദിക്കും. 2 hours നമ്മൾ ആ സാമ്പിൾ വാട്ടറിൽ സോക്ക് ചെയ്യാൻ അനുവദിക്കും. 2 hours കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബോട്ടിലിൻ്റെ ഹാഫ് പോർഷനിൽ വാട്ടർ നിറയ്ക്കും. അതിനുശേഷം അതിനകത്ത് വാട്ടർ ആഡ് ചെയ്തപ്പം എൻട്രാപ്ഡ് എയർ ഉണ്ടാവും. ഇനി ആ എയറിനെ പുറത്ത് കളയണം. പൈക്കണോമീറ്ററിൽ നമ്മൾ ഗ്ലാസ് റോഡ് വെച്ച് സ്റ്റിർ ചെയ്തായിരുന്നു എയർ ബബിൾസിനെ കളയാം. ഇതിൽ നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വാക്വം പ്രഷർ 55 centimeter ഓഫ് മെർക്കുറി ആ ഒരു വാക്വം പ്രഷർ നമ്മളൊരു 1 hour ഒരു വാക്വം ഡെസിക്കേറ്ററിൽ വെച്ച് അപ്ലൈ ചെയ്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻട്രാപ്ഡ് എയറിനെ പുറത്ത് കളയും. 1 hour ഒരു വാക്വം പ്രഷർ കൊടുത്ത് 55 centimeter ഓഫ് മെർക്കുറി കോളത്തിൽ ആ ഒരു പ്രഷറാണ് നമ്മൾ കൊടുക്കുക. 1 hour കണ്ടിന്യൂസ് കൊടുക്കും ഒരു വാക്വം ഡെസിക്കേറ്ററിൽ വെച്ച്. അതിനുശേഷം എൻട്രാപ്ഡ് എയർ എല്ലാം പുറത്ത് കളഞ്ഞതിന് ശേഷം ഈ ബോട്ടിൽ എത്രത്തോളം വാട്ടർ നിറയ്ക്കാമോ അത്രയും വാട്ടർ നമ്മൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ വെയ് ചെയ്യും. അതാണ് M3. ദെൻ അതിനുശേഷം ഇത് ഫുൾ ക്ലീൻ ചെയ്ത് ആ ബോട്ടിൽ വാട്ടർ മാത്രം നമ്മൾ എന്ത് ചെയ്യും? വെയ് ചെയ്യും. ക്ലിയർ ആയോ? ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡാണ്. ഡെൻസിറ്റി ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 50 ml കപ്പാസിറ്റിയാണ്. ഇതിലൊരു സ്റ്റോപ്പർ പോലെ ഉള്ളൊരു സാധനമാണ് അതിൻ്റെ അടപ്പ്. അതിൻ്റെ ആദ്യം നമ്മളത് ഡ്രൈ ചെയ്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ മാസ് നോട്ട് ചെയ്യും. അതിനുശേഷം 5 to 10 gram സോയിൽ എടുക്കും. എന്നിട്ട് നമ്മൾ ഡെൻസിറ്റി ബോട്ടിൽ ഇടും. എന്നിട്ട് നമ്മൾ ഡ്രൈ സോയിലാണ്, ഓവൻ ഡ്രൈ ചെയ്ത സോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ വെയ് ചെയ്യും. അതിനുശേഷം ആ സോയിലിന് ജസ്റ്റ് മുകളിൽ വരെ വാട്ടർ നമ്മൾ ഒഴിക്കും. അതിനുശേഷം 2 മണിക്കൂർ സോക്ക് ചെയ്യും. സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബോട്ടിൽ ഒരു ഹാഫ് പോർഷനിൽ വെള്ളം ആഡ് ചെയ്യും. ഹാഫ് പോർഷനിൽ വരെ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒരു വാക്വം ഡെസിക്കേറ്ററിൽ വെച്ച് ഒരു വാക്വം പ്രഷർ അപ്ലൈ ചെയ്യും. 55 centimeter ഓഫ് മെർക്കുറി ലെവലിലാണ് നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ കൊടുത്ത് എൻട്രാപ്ഡ് എയർ എല്ലാം പുറത്ത് കളഞ്ഞതിന് ശേഷം ആ ബോട്ടിൽ വീണ്ടും നിറച്ച് എവിടെ വരെയാണോ ലെവലുള്ളത് അവിടെ വരെ നമ്മൾ കംപ്ലീറ്റ്ലി വാട്ടർ ഒഴിച്ച് നിറയ്ക്കും. നിറച്ചതിന് ശേഷം വീണ്ടും കൊണ്ടുപോയി നമ്മൾ വെയ് ചെയ്യും. അതിനുശേഷം നമ്മളിത് ക്ലീൻ ചെയ്ത് ഡെൻസിറ്റി ബോട്ടിൽ കംപ്ലീറ്റ്ലി വാട്ടർ മാത്രം നിറച്ചുകൊണ്ട് എന്ത് ചെയ്യും? വെയ് ചെയ്യും. അങ്ങനെ 4 വെയിറ്റ് കിട്ടും. ആ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും?
സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കും, നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെ. ക്ലിയർ ആയോ? പ്രോബ്ലം വരുമോ മാഡത്തില്? പ്രോബ്ലം ഉണ്ട്, താഴെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് ചെയ്യിക്കാൻ. ഉറപ്പില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ശരിക്കും ഒരു ഹാഫ് പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബേസിക് റിലേഷൻസ് പഠിച്ചില്ലേ, അവിടെ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിനകത്ത് ഇതുപോലെ പ്രൊസീജിയറാണ്. ഈ മൂന്ന് പ്രൊസീജിയർ ഉണ്ട്. ഇനി ഫീൽഡിൽ ഡെൻസിറ്റി കാണുന്ന 2 പ്രൊസീജിയർ ഉണ്ട്, സോയിലിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും സാധനമുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് കഴിഞ്ഞ തവണ ലാസ്റ്റ് സ്കീമിൽ 19 സ്കീമിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അത് സെക്കൻഡ് മൊഡ്യൂളിലായിരുന്നു, പക്ഷേ അവരിത് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കയറ്റിയിട്ടു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും സെക്കൻഡ് മൊഡ്യൂളിലായിരുന്നു അത് ഓർഡറിൽ പൊക്കോണ്ടേനെ. അത് ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ പറയുമ്പോൾ ആ ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോവാം, അങ്ങനെ ഞാൻ വിചാരിക്കണം. ഓക്കെ, അപ്പം ഇതിനകത്ത് ചോദിക്കുമ്പം ഒന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രോബ്ലം ചെറിയ സിമ്പിൾ പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ഞാൻ ചോദിച്ച് കണ്ടേക്കണേ നമ്മൾ ഫീൽഡ് ഡെൻസിറ്റി കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ആ മെത്തേഡിൽ പ്രോബ്ലം നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഡേറ്റാസ് തരും, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും, അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പ്രൊസീജിയറോ, പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം നമ്മൾ ടൈപ്സ് ഓഫ് സോയിൽ ഡെപ്പോസിറ്റ് പഠിച്ചു, ഏതൊക്കെ സോയിലാണ് ഇന്ത്യയിലുള്ളത്. അപ്പം അങ്ങനെ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട് തിയറി ആയിട്ട്. അങ്ങനെയൊക്കെയാണ് ഇതുവരെ കണ്ടേക്കണേ. അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ ആ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. എങ്ങാനും ഇനി വരുമ്പോൾ ഇപ്പം 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു പാർട്ടിൽ, ആ 2 ക്വസ്റ്റ്യനിലും ഒരു സെക്ഷൻ ആ പ്രോബ്ലം, ഒരു സെക്ഷൻ ഒരു തിയറി ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരണേ. അപ്പം മാക്സിമം പഠിക്കാൻ പറ്റണ പോലെ പഠിക്കാം. ഇനി അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. ഇനി ഡെൻസിറ്റി ബോട്ടിൽ നമ്മൾ ചെയ്യുമ്പം ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, അതായത് 2 mm സീവിലൂടെ ISCവിലൂടെ പാസ് ചെയ്ത് വരുന്ന 90% 2 mm കൂടെ 90% സോയിലും കടന്നു വരികയാണെങ്കിൽ ആ സോയിൽ സാമ്പിളാണ് നമ്മൾ ഡെൻസിറ്റി ബോട്ടിൽ നമ്മൾ യൂഷ്വലി സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഇല്ല.
കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇത് വായിച്ചു നോക്കിയേ. മാസ് ഓഫ് ആൻ എംപ്റ്റി ഗ്യാസ് ജാർ വാസ് 0.498. When completely filled with water, its mass was 1.528. An oven-dried sample of soil of mass 0.198 was placed in the jar, and water was added to fill the jar, and its mass was found to be 1.653. Determine specific gravity. എന്തൊക്കെ തന്നേക്കണേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് മറ്റേ ബോർഡ് ഓപ്പൺ ചെയ്തോട്ടെ. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ മാസം തന്നേക്കണേ? ഫസ്റ്റ് എന്ത് മാസം തന്നേക്കണേ? എംപ്റ്റി ജാറിന്റെ മാസ് വന്നിട്ടുണ്ട്. എംപ്റ്റി ജാറിന്റെ മാസം വന്നിട്ടുണ്ട്. വാട്ടറിന്റെ മാസ് വന്നിട്ടുണ്ട്. വാട്ടറിന്റെ മാസം വന്നിട്ടുണ്ട്. പിന്നെന്താ? ഓവൻ ഡ്രൈ സോയിലിന്റെ മാസ്. ഓവൻ ഡ്രൈ സോയിലിന്റെ മാസം വന്നിട്ടുണ്ട്. വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഉള്ള മാസം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? m2 മൈനസ് m1 ബൈ m2 മൈനസ് m1 മൈനസ് m3 മൈനസ് m4. ഇത് നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കുക. m1 എന്താണ്, m2 എന്താണ്, m3 എന്താണ്, m4 എന്താണ്. അപ്പം അത് ആ രീതിയിൽ പഠിച്ചു വെച്ചിട്ട് എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് മനസ്സിലാക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ ആ സോളിഡ്സിന് തത്തുല്യമായ വാട്ടറിൻ്റെ മാസ്. അപ്പം m1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. m1 ശരിക്കും എന്താ? ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഞാനത് ഇട്ടിട്ടുണ്ട്. m1 എന്താണ്? മീറ്ററിന്റെ വെയിറ്റ് ആണ്, എംറ്റി ആയിട്ടുള്ള അല്ലേ. m2 എന്താണ്? പൈക്കണോമീറ്റർ പ്ലസ് എന്താണ്? വെറ്റ് സോയിലിൻ്റെ വെയിറ്റ് ആണ് അല്ലേ. m3 എന്താണ്? പൈക്കണോമീറ്റർ പ്ലസ് വെറ്റ് സോയില് പ്ലസ് വാട്ടർ, കംപ്ലീറ്റ്ലി വാട്ടർ വെച്ച് ഫില്ല് ചെയ്യുമ്പോഴുള്ള വെയിറ്റ് ആണ്. m4 എന്താണ്? പൈക്കണോമീറ്റർ പ്ലസ് വാട്ടർ. ഓക്കെ, ഇത്രയാണ് വെയിറ്റ്. ഈ m1 m2 m3 m4 എന്ന് പറയണം. നിങ്ങൾ എഴുതി വെച്ചോളാം. m1 എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, മാസ് ഓഫ് പൈക്കണോമീറ്റർ ആണ്. m2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പൈക്കണോമീറ്റർ പ്ലസ് വെറ്റ് സോയിലാണ്. m3 എന്ന് പറഞ്ഞാൽ പൈക്കണോമീറ്റർ പ്ലസ് വെറ്റ് സോയിൽ പ്ലസ് വാട്ടർ ആണ്. m4 എന്ന് പറഞ്ഞാൽ പൈക്കണോമീറ്റർ പ്ലസ് വാട്ടറിൻ്റെ വെയിറ്റ് ആണ്, മാസാണ്. ക്ലിയർ ആയോ? ഇനി എനിക്ക് പറഞ്ഞു തരണം ഇതിലേക്ക് തന്നിരിക്കുന്ന വെയിറ്റുകൾ ഏതൊക്കെയാണെന്ന്. പൈക്കണോമീറ്റർ ആവാൻ ചിലപ്പോൾ ഡെൻസിറ്റി ബോട്ടിലായിരിക്കട്ടോ ചെയ്തത്. അപ്പം അത് നോക്കുക. പൈക്കണോമീറ്ററിന് പകരം ഡെൻസിറ്റി ബോട്ടിൽ ആവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ സെയിം ആണ്. എന്തൊക്കെയാണ് തന്നിരിക്കണത്? ഇതിൽ m1 ഉണ്ടോ, m2 ഉണ്ടോ, m3 ഉണ്ടോ, m4 ഉണ്ടോ, എന്തൊക്കെയാണ് തന്നേക്കണത്? m1 ആണോ 0.498? മാസ് ഓഫ് എംപ്റ്റി ജാർ തന്നിട്ടുണ്ട് 0.498. ഓക്കെ, m1 0.498. ഇനി പിന്നെന്താ തന്നേക്കണേ? അടുത്തത് എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആണ്.
അത് ഏത് വെയിറ്റ് ആണ്? M4 ആണ്. പൈക്കണോമീറ്ററും ഇതും കൂടെ മാത്രമുള്ള വെയിറ്റ്, വെള്ളവും കൂടെ ഉള്ള വെയിറ്റ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഓവൻ ഡ്രൈ ചെയ്ത സാമ്പിളിൻ്റെ മാസ്. അത് ശരിക്കും എന്താണ്? ഈ M2 - M1 എന്ന് പറയുന്ന സാധനം എന്താ? വെറ്റ് സോയിലിന്റെ വെറ്റ് സോയിലിന്റെ വെയിറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഡെൻസിറ്റി ബോട്ടിലാണ് ചെയ്യണമെങ്കിൽ എന്താണ്? ആ ഡ്രൈ സാമ്പിളിന്റെ വെയിറ്റ് ആണ്. ഡെൻസിറ്റി ബോട്ടിലാകുമ്പോൾ നമ്മൾ ഡ്രൈ സോയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രൈ സോയിലിന്റെ വെയിറ്റ് ആണ് 0.198. അത് ശരിക്കും എന്താ? ഡ്രൈ സോയിലിന്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് അതെന്താ ശരിക്കും? മാസ് ഓഫ് സോളിഡ്സ് ആണ്. അതായത് M2 - M1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ത്? 0.198. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് ഒരു വെയിറ്റ് തന്നിട്ടുണ്ട്. അതെന്താ? M3 അല്ലേ? M3 ആണോ? An oven dry sample of soil of mass 0.198 was placed in a jar and water was added to fill the jar and its mass was found to be 1.653. അപ്പം പൈക്കണോമീറ്ററോ ഡെൻസിറ്റി ബോട്ടിലോ ഉണ്ട്, അതിൻ്റെ കൂടെ സോയിൽ സാമ്പിൾ ഉണ്ട്, ദെൻ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് വാട്ടർ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തിൻ്റെ വെയിറ്റ് ആണ്? M3യുടെ വെയിറ്റ് ആണ് 1.653 കിലോഗ്രാം. ക്ലിയർ ആയോ? ഓക്കെ. കണ്ടുപിടിക്കുക സ്പെസിഫിക് ഗ്രാവിറ്റി. ഇപ്പം എല്ലാം വാല്യൂ ആയി. M2 - M1 അറിയാം, M3 അറിയാം, M4 അറിയാം. തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ മാസ് ഓഫ് എംപ്റ്റി ജാർ തന്നു, പക്ഷേ നമുക്ക് അല്ലാതെ സോളിഡിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം അത് എങ്ങനെയാണോ തരുന്നത് അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് ശേഷം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Sir, 2.70. 2.70 അല്ലെങ്കിൽ 2.7. ഓക്കെ, കറക്റ്റാണ്. എല്ലാവർക്കും മനസ്സിലായോ? എടുത്ത് പറയട്ടെ.
ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് മാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള, അപ്പം അത് കണ്ടു നോക്കാം. ഓക്കെ, ഈ ലാബ് ഈ സെമസ്റ്ററിൽ അല്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത സെമസ്റ്ററിലാണ് ലാബ്, പക്ഷെ ലാബിൽ ചെയ്യുന്ന എല്ലാ എക്സ്പെരിമെൻറ്റ്സും ഈ സെമ്മിലാണ് പഠിക്കുന്നത്. അപ്പം ഇനി അടുത്ത സെമസ്റ്ററിൽ ആ ലാബ് ചെയ്യാൻ ഒന്നോടെ നമ്മൾ പഠിക്കേണ്ടി വരും, അതാണ് പ്രശ്നം. ഓക്കെ, ഇനി ഇത് എല്ലാ തവണ അങ്ങനെയാണ്, കുറേ വർഷങ്ങളായിട്ട് ഈ ലാബ് ഇങ്ങനെ വന്നത്. ഇനി അടുത്തത് ഫീൽഡ് ഡെൻസിറ്റി ആണ്. ഫീൽഡ് ഡെൻസിറ്റി എങ്ങനെ കാണുന്നത്? ഒരു സോയിലിൻ്റെ ഫീൽഡിലെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഫീൽഡിൽ എന്താണോ ഡെൻസിറ്റി അത് കണ്ടുപിടിക്കണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം ആണ്. അപ്പം നമ്മൾ ഏത് ഫീൽഡിലാണോ ഡെൻസിറ്റി കാണുന്നത് ആ ഫീൽഡിലെ സോയിലിൻ്റെ മാസും അതിൻ്റെ വോളിയവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? ഫീൽഡിലെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം, സിമ്പിളായി പറഞ്ഞാൽ. 6 മെത്തേഡ് ഉണ്ട്. ഇതിൽ 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ മെത്തേഡ് വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ്, സബ്മേർജ്ഡ് മാസ് ഡെൻസിറ്റി, ദെൻ കോർ കട്ടർ മെത്തേഡ്, സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, വാട്ടർ ബലൂൺ മെത്തേഡ്, റേഡിയേഷൻ മെത്തേഡ്. ഇതിൽ കോർ കട്ടറും സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡും ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അടുത്ത സെമസ്റ്ററിൽ ലാബിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ആദ്യത്തേത് കോർ കട്ടറാണ്. ഓക്കെ, ഇതാണ് കോർ കട്ടർ. ഡയഗ്രം കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കും കോർ കട്ടർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ കോർ കട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിലെ ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോർ കട്ടർ മെത്തേഡ്. ഇതിനൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇതിനൊരു കട്ടിങ് എഡ്ജ് ഉണ്ട്. ഇതിൻ്റെ ബോട്ടം സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇതൊരു കട്ടിങ് എഡ്ജ് പോലെയാണ്, കണ്ടോ? ഈ ഒരു പോർഷനിൽ അപ്പോൾ ഒരു കട്ടിങ് എഡ്ജ് ഉണ്ട്, ഹാർഡ് കട്ടിങ് എഡ്ജാണ്. ഒരു ഡോളി ഉണ്ട്. ഓക്കെ, ഈ മുകളിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡോളി. ദെൻ ഈ ഡോളി, ഈ കോർ കട്ടർ, ഈ സാധനമാണ്, ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഈ സാധനമാണ് കട്ടർ. ഈ ഡോളി കട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ റാം ചെയ്ത്, അതായത് അടിച്ച് നമ്മൾ താഴേക്ക് ഇറക്കണം. ഇനി ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 100 mm ആണ്. ആ കട്ടറിൻ്റെ അല്ലെങ്കിൽ ആ സിലിണ്ടറിക്കൽ സ്പെസിമെൻ്റെ, സിലിണ്ടറിക്കൽ മൗൾഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 130 mm ആണ്. ഓക്കെ, ഏത് സോയിലിലും നമുക്ക് ഈ കോർ കട്ടർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, വലിയ റോക്കാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. ഏകദേശം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സോയിലൊക്കെ നമ്മൾ ഇത് വെച്ച് ചെയ്യാറുണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ കട്ടറില്ലേ, ഈ കട്ടറിൻ്റെ മാത്രം മാസ് നമ്മൾ നോട്ട് ചെയ്യും. ഇതിനകത്ത് മണ്ണൊന്നുമില്ല, ഈ ഡോളി ഒന്നും വയ്ക്കാതെ ഈ കട്ടർ പോർഷൻ, ഈ സിലിണ്ടറിക്കൽ സാധനത്തിൻ്റെ മാത്രം മാസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. അത് M1. ഇതിൻ്റെ മുകളും താഴെയും ഹോളോയാണ്, സിലിണ്ടറിക്കലായിട്ടുള്ളൊരു ബാരൽ പോലത്തെ സാധനമാണ്. ദെൻ അതിനുശേഷം ഏത് സോയിലിൻ്റെ ആണോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്, അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഫീൽഡിൽ നമ്മൾ ഈ കോർ കട്ടർ കൊണ്ടുവയ്ക്കും. അതിൻ്റെ മുകളിൽ ഡോളി വയ്ക്കും. ഡോളി വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, അടിച്ച് താഴേക്ക് ഇറക്കും. അപ്പം ഗ്രൗണ്ട് ലെവലിന് താഴെ എപ്പോഴാണോ, ഗ്രൗണ്ടിൻ്റെ സർഫസ് ആ ലെവലിൽ എപ്പോഴാണോ ഈ കട്ടർ വരുന്നത് ആ പോർഷൻ വരെ നമ്മൾ അടിച്ചിറക്കും. അതിനുശേഷം ഈ ഡോളി റിമൂവ് ചെയ്യും. എക്സസ് സോയിൽ ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്യും. പതുക്കെ നമ്മൾ ഈ കട്ടറും സോയിലും കൂടെ കുഴിച്ച് വെളിയിലെടുക്കും. അതിനുശേഷം ഈ കട്ടറും ആ സോയിലും കൂടെ ഉള്ള മാസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ക്ലിയർ ആയോ? അത് M2. ഓക്കെ ആണോ? ആദ്യം ഈ കട്ടറിന്റെ അതൊരു ഹോളോ സെക്ഷനാണ് ഈ കട്ടർ. പുറത്തു പോകില്ല, ഇത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടിരിക്കും. നമ്മൾ ഫീൽഡിൽ ഇത് അടിച്ചിറക്കുക.
അപ്പം ഇതിൻ്റെ ഡയമീറ്റർ 100 mm ആണ്. അപ്പോൾ അത്രയും 100 mm ഇത് നമ്മൾ എന്താണ് ആ പോർഷനിൽ ഫീൽഡിലുള്ള സോയിൽ കംപ്ലീറ്റ്ലി ടൈറ്റ് പാക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കിട്ടും. എന്നിട്ട് സൈഡിൽ നിന്ന് നമ്മൾ പതുക്കെ മണ്ണ് മാറ്റി ഇതിന് വേറൊരു ഷെയ്ക്കൊന്നും വരാതെ സോയിലൊന്നും പുറത്ത് പോവാതെ വെളിയിലെടുക്കും. എന്നിട്ട് ഈ സർഫസിൽ ഈ കട്ടറിൻ്റെ ലെവലിൽ വെച്ച് നമ്മൾ അതിനെ ലെവൽ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മാസ് നോട്ട് ചെയ്യണേ. അത് M2. ഓക്കെ. ഇനി ഫീൽഡിലെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. മാസ് എന്താണ്? സോയിലിൻ്റെ മാസും ആ സോയിൽ ഇരിക്കുന്ന വോളിയും. അപ്പോൾ സോയിലിൻ്റെ മാസ് നമുക്ക് എങ്ങനെ കിട്ടും? കട്ടറും സോയിലും കൂടെ ഉള്ള മാസാണ് M2. ആദ്യം കട്ടർ മാത്രമുള്ള മാസാണ്. അപ്പം M2 - M1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോയിലിൻ്റെ മാത്രം മാസ് കിട്ടും. വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഈ കട്ടറിൻ്റെ വോളിയം. അപ്പം മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫീൽഡ് ഡെൻസിറ്റി കിട്ടും. ക്ലിയർ ആണോ? ജോബിക്കും ജിജോയ്ക്കൊക്കെ മനസ്സിലാവും പെട്ടെന്ന്. പറഞ്ഞു കൊടുക്കണ്ടോ ഒന്നോടെ ഇവർക്ക്? ഞങ്ങൾക്ക് മനസ്സിലാവണേ. അവർക്ക് മനസ്സിലാവും. ഒരു പറഞ്ഞു കൊടുക്കണല്ലേ കുട്ടികൾക്ക്, പെട്ടെന്ന് മനസ്സിലാവും. പറഞ്ഞു കൊടുത്തോ. ആരാന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്ക് ആരായാലും കുഴപ്പമില്ല. ജോബിയോ ജിജോയോ ബ്ലസ്സിയോ ആരാണെങ്കിലും പറഞ്ഞു. ആരാണ് ഇതിൽ ഇരുന്ന് കുറച്ചുകൂടെ നന്നായി പറയാൻ പറ്റണേ അവർ പറഞ്ഞു. എനിക്ക് എന്തായാലും കുഴപ്പമില്ല. കറക്റ്റ് അതിനകത്ത് വേറെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കൃത്യമാണ്. മിസ് പറഞ്ഞ പോലെ ഒന്നുകൂടെ പറഞ്ഞോ. മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞു മിസ് പറഞ്ഞു. അത് മനസ്സിലായി. ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോ. ഇനി അടുത്തത് വരുമ്പോൾ സംശയമാണ്. സാൻഡ് റീപ്ലേസ്മെന്റ് സംശയമല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാന്ന് പറഞ്ഞത് നല്ല പണിയാണ്. അതൊരു പ്രോബ്ലം വെച്ച് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് എന്താ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കാൻ ഇച്ചിരി പാടാം. പറഞ്ഞോ, ഒന്ന് പറഞ്ഞോ. കോർ കട്ടർ, അതിനുശേഷം സാൻഡ് റീപ്ലേസ്മെന്റ് നമുക്ക് പറയാം. സമയം കിട്ടും. വേഗം പറ, സമയം വേണം. ആരെങ്കിലും പറഞ്ഞു ധൈര്യമായിട്ട്. ഹലോ, കൺഫ്യൂഷൻ ആണോ? എന്നാൽ ഞാൻ പേര് വിളിക്കാം. മിസ് അതിനകത്ത് ഉള്ളത് ഇപ്പൊ ജിജോയാ. കറക്റ്റ് ആയിട്ട് അറിയാവുന്ന പേര് വിളിക്കുമ്പോ ഇനി എങ്ങാനും ബ്ലസ്സിനെ വിളിച്ചാലോ എന്ന് ഓർത്താണോ ചാടി കയറി? അത് കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരുന്നിട്ടും കൂടി എനിക്കറിയാൻ ജിജോ പറഞ്ഞോ. ജിജു ഇല്ലേ? ഇല്ലാന്ന് തോന്നണം. എന്നാ ജോബി പറഞ്ഞോ. ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മൾ എവിടെയാണോ നമുക്ക് കോർ കട്ടർ ചെയ്യേണ്ടത് അവിടെ നമ്മുടെ എക്യുപ്മെന്റ്സ് എടുത്തുകൊണ്ട് പോവുക. അവിടെ ആദ്യം ഒന്ന് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഈ കോർ കട്ടറും ഡോളിയാണ്. ഇത് റാം ചെയ്യുന്ന ഒരു റാമറും കാണും. ലെവൽ അവിടെ ഡോളി എന്ന് പറഞ്ഞ സംഭവം, ആ ഒരു പ്ലേറ്റ് അവിടെ അതിന്റെ താഴെയായിട്ട് അതിന്റെ ആദ്യം തന്നെ നമുക്ക് ഈ കോർ കട്ടറിനുള്ള മോൾഡ് അവിടെ പ്ലേസ് ചെയ്യുക. അതിനുള്ളിൽ ഡോളി വെച്ച് അടിച്ച് ഹാമർ നന്നായിട്ട് പ്രസ് ചെയ്ത് അടിച്ച് സോയിലിന്റെ ലെവൽ വരെ കൊണ്ടുവരിക. അതിനുശേഷം ഡോളി മാറ്റി അതിന്റെ ടോപ്പ് സർഫസ് ലെവൽ ചെയ്യുക. ചുറ്റുമുള്ള സോയിൽ മാക്സിമം നമുക്ക് ഈ കോർ കട്ടർ ഇളകാത്ത രീതിയിൽ ചുറ്റുമുള്ള സോയിൽ മാറ്റിയിട്ട് ആ കോർ കട്ടറിന്റെ അടിയിലൂടെ എന്തെങ്കിലും പ്ലേറ്റ് ഒന്നും സാങ്കേതിക താഴത്തേക്ക് സോയിൽ പോകാത്ത രീതിയിൽ റിമൂവ് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും ഷേപ്പ് കൃത്യമായിട്ട് ലെവൽ ചെയ്തിട്ട് അതിന്റെ മാസ് വെയിറ്റ് എടുക്കുക. സിമ്പിൾ ആണ്. എന്തിനാണ് ഈ ഡോളി വെക്കണേ? നമുക്ക് ചുമ്മാ അടിച്ചിറക്കിയാ പോരെ. ഡോളി വെക്കാൻ കാരണം ഡോളി വെച്ചാലാണ് ലെവലായിട്ട് സംഭവം കോർ കട്ടർ താഴത്തേക്ക് ഇറങ്ങി പോകും. അല്ലെങ്കിൽ ഒരു സൈഡിൽ അടിക്കുമ്പോൾ ചീരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഡോളി വെക്കണതിന് കാരണം അതാണ്. അത് കറക്റ്റ് വെർട്ടിക്കലായിട്ട് തന്നെ നമുക്ക് ഏത് സോയിലിലാണോ ചെയ്യേണ്ടത് അത് വെർട്ടിക്കലായിട്ട് തന്നെ ഇറങ്ങിപ്പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളി വെച്ചിട്ട് ചുറ്റി ചടിച്ചിറക്കണേ. ഡോളി വെക്കാതെ എടുക്കുമ്പം ഇത് ചെരിഞ്ഞു പോകാം, ഷേക്ക് ഉണ്ടാവാം. അപ്പോൾ അത് ഇത് ഒഴിവാക്കാനാണ് നമ്മൾ ഡോളി വെച്ചിട്ട് അടിക്കണേ. അപ്പം ഏത് ഫീൽഡിലെയാണോ സാമ്പിൾ ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ ഫീൽഡിൽ കൊണ്ടുപോവുക. ഈ കോർ കട്ടർ അടിച്ച് ഡോളിയും കൂടെ വെച്ച് അടിച്ചിറക്കുക. എന്നിട്ട് സൈഡിൽ നിന്നുള്ള മണ്ണെല്ലാം എക്സ്കവേറ്റ് ചെയ്ത് ഒരു ഷേക്കും വരാതെ ഇതിനെ പുറത്തെടുക്കുക. താഴെ മുകളിലും നന്നായി ട്രിം ചെയ്യുക. അതിൻ്റെ വെയിറ്റ് നമ്മൾ എടുക്കുക. ദെൻ കോർ കട്ടർ ഇറക്കണതിന് മുന്നേ ഓൾറെഡി കോർ കട്ടറിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഈ രണ്ട് വെയിറ്റും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോയിലിൻ്റെ മാസ് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? ദെൻ അതിനുശേഷം
വോളിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏത് വോളിയത്തിലെ സോയിൽ എടുക്കണേ? ആ കട്ടറിൻ്റെ വോളിയത്തിലാണ്. അപ്പം കട്ടറിലുള്ള സോയിലിൻ്റെ മാസ് ബൈ ആ കട്ടറിൻ്റെ വോളിയം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ എടുത്ത സോയിലിൻ്റെ ഡെൻസിറ്റി കിട്ടും. സിമ്പിൾ പ്രൊസീജിയറാണ് ഇത്. യൂഷ്വലി സോഫ്റ്റ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിൽ ചെയ്യും, സ്റ്റോണി ആയിട്ടുള്ള ഗ്രാവൽ സോയിൽസിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇതാണ് ഫീൽഡ് ഡെൻസിറ്റി കോർ കട്ടർ മെത്തേഡ്. ക്ലിയർ ആയോ? ലാബിൽ തന്നെ ചെയ്യാനുള്ള കേട്ടോ. അടുത്തത് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇതേപോലെ തന്നെ ഫീൽഡിൻ്റെ സോയിലിൻ്റെ ഡെൻസിറ്റി കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇതിൽ ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നതാണ് അതിൻ്റെ സെറ്റപ്പ്. സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണിത്. ഓക്കെ, അതിൽ കാണിച്ചു തരാം. ഈ സാധനം, ഈ ഒരു മുകളിൽ കാണുന്ന ഈ റെക്റ്റാങ്കുലർ സാധനത്തിന് നമ്മൾ സാൻഡ് പോറിങ് സിലിണ്ടർ എന്ന് പറയും. ഓക്കെ, ഇതിനൊരു ഷട്ടർ ഉണ്ട്. ഈ ഷട്ടറിൻ്റെ താഴേക്ക് ഇതിനൊരു കോൺ ഷേപ്പാണ്. ഓക്കെ, ഈ ഷട്ടർ ഉണ്ട്, ആ ഷട്ടറിന് താഴേക്ക് ഇതിനൊരു കോൺ പോലത്തെ ഷേപ്പാണ്. ഇത് പിടിക്കാൻ 2 ഹാൻഡിലുണ്ട്. ഇതിനകത്ത് നമ്മൾ സാൻഡാണ് ഫില്ല് ചെയ്യണത്. ഓക്കെ, നമ്മൾ സാൻഡ്, മണലല്ല, മീൻസ് സാധാരണ മണലില്ലേ, നമ്മൾ അതാണ് യൂസ് ചെയ്യണത്. ഇത് നമ്മൾ ഏത് ഫീൽഡിലെ ഡെൻസിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് അവിടെ നമ്മളൊരു കുഴി കുഴിച്ചിട്ട് ഈ പോറിങ് സിലിണ്ടർ നമ്മളിവിടെ മുകളിൽ കൊണ്ടുവച്ച് ഈ സാൻഡ് ഇതിനകത്ത് ചാടിച്ച് ഈക്വലൻ്റ് ഡെൻസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ ഫീൽഡ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. സിമ്പിൾ പ്രൊസീജിയർ അതാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന സാൻഡിൻ്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കും. ആ സാൻഡിൻ്റെ ഡെൻസിറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയ ഹോളിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത സോയിലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കും. അങ്ങനെയാണ് ചെയ്യണം. ഇനി ഇതിൽ